ഹാജി മകൻ യൂസഫ്, കൊടിവളപ്പിൽ അബ്ദുൽ ഹാജി മകൻ യൂസഫ്, കൊടിവളപ്പിൽ അബ്ദുൽ ഹാജി മകൻ യൂസഫ്. പ്രതിയുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങൾ സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ ഭാഗം തീർത്തും പരാജയപ്പെട്ടിരിക്കുന്നതിനാൽ പ്രതിയെ നിരുപാധികം വിട്ടയക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു. മാത്രമല്ല, പോലീസ് റെയ്ഡിനെ തുടർന്ന് അടച്ചിട്ടിരിക്കുന്ന സാധുസ്ത്രീ പരിപാലന കേന്ദ്രം ഉൾപ്പെടെ സമൂഹ നന്മയ്ക്കായി പ്രതി ചെയ്തു വന്നിരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ ഉദ്ദേശശുദ്ധി കോടതിക്ക് ബോധ്യം വന്നതിനാൽ അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നതിന് മേലിൽ എല്ലാ സ്വാതന്ത്ര്യവും പ്രതിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. സർവീസിൽ കയറി കാലമേറെ ആയിട്ടില്ലാത്ത ഒരു IPS ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച ഈ കേസിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള പല ഇടപെടലുകളും തികച്ചും ഏകപക്ഷീയമായിരുന്നു. അതിന് കാരണമായി കോടതി കാണുന്നത് ആ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അമിത ആവേശവും ജോലിയിലുള്ള പരിചയക്കുറവുമാണ്. വെറുമൊരു പത്രവാർത്തയെ അടിസ്ഥാനമാക്കി മതിയായ തെളിവുകൾ പോലുമില്ലാതെ സമൂഹത്തിന് ഉപകാരിയായ ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിലപാട് തീർത്തും ദൗർഭാഗ്യകരമാണ്. ഈ കേസിൽ കോടതിയെ ആശങ്കപ്പെടുത്തിയ മറ്റൊരു വസ്തുത ചില ആളുകളുടെയെങ്കിലും ഉത്തരവാദിത്വമില്ലാത്ത മാധ്യമ പ്രവർത്തന ശൈലിയാണ്. എത്തിക്സുകൾക്ക് വില കൽപ്പിക്കാത്ത ഒരു മാധ്യമ പ്രവർത്തകൻ വിചാരിച്ചാൽ ഏതൊരു വ്യക്തിയെയും കുറച്ചു കാലത്തേക്കെങ്കിലും സമൂഹത്തിന് മുൻപിൽ കുറ്റവാളിയാക്കാമെന്നതിന് ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ കേസ്. അല്ലമില്ല ഞാനീ എടാ, അതിന് പത്രക്കാരെ പൊതുവിലൊന്ന് വാരിയെന്നല്ലാതെ നിന്റെ പേരെടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. മിണ്ടരുത് നീ. ഇനി എന്റെ പേരുടെ അടുത്ത് പറഞ്ഞാലേ നിനക്ക് തൃപ്തിയാവും, അല്ലടാ? നിന്റെ ഒറ്റ ഒരാളുടെ വാക്കിനെടുത്ത് ചാടിയതുകൊണ്ടാ എനിക്കിതൊക്കെ കേൾക്കേണ്ടി വന്നത്. ഒരു കാര്യം എനിക്ക് ഉറപ്പാവാക്കിയില്ലേ, ആ യൂസഫിന്റെയും അവന്റെ അനിയൻ യാക്കൂബിന്റെയും കൈകൊണ്ടായിരിക്കും എന്റെ അന്ത്യം. നിന്നെ പോലെ കൊടും ബീറുക്കൾക്ക് പറഞ്ഞിട്ടുള്ള ജോലിയല്ല ജേർണലിസം. നീ ഇത് നിർത്തിയിട്ട് വേറെ വല്ല സേഫ് ആയ പണിക്കും പോ. നിന്റെ പണി പോലല്ല എന്റെ പണി. എന്താണ് എന്റെ പണിക്ക് കുഴപ്പം? നീ എന്താ ഇത്? ഒരുമാതിരി കുടുംബ കോടതിയിൽ ഡൈവോഴ്സിന് വന്ന ഭാര്യ ഭർത്താക്കന്മാരെ പോലെ. കഴിഞ്ഞത് കഴിഞ്ഞു. നമുക്ക് ഈ വിധിക്കെതിരെ ഒരു അപ്പീലിന് പോകാം. അയ്യടാ, ഒരപ്പീലിനും പോകുന്നില്ല. തൽക്കാലം വക്കീല് വീട്ടിൽ പോ. അടുത്ത മഴയ്ക്ക് മുമ്പ് ഞാനും പോട്ടെ. അല്ല വാസ്തവത്തിൽ നമ്മൾ ഈ അപ്പീല് വേണ്ട. ശ്രീ എന്താടാ? നിന്റെ ബൈക്കിലുള്ള ഇരിപ്പത്ര പന്തിയല്ലല്ലോ മില. അതെ, എനിക്ക് നാളെ വാദിക്കേണ്ട ഒരു കേസിന്റെ പ്രധാനപ്പെട്ട ഫയല് കോടതി വെച്ച് മറന്നുപോയി. എടുത്ത് ഇപ്പൊ ഇനി വരാമേ. എല്ലാം വരുത്തി വെച്ചിട്ട് ആക്കി ചിരിക്കുന്നോടാ. നീ ഒരുത്തനാ. അതെ, ഞാൻ ഒരുത്തനാ. അതുകൊണ്ടാ പറയുന്നത് നീ ധൈര്യമായിട്ട് പോയി വണ്ടി എടുക്കുക. ഇക്കാര്യത്തിൽ നിന്നെ ലവൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ചെല്ലടാ, ഞാൻ എൻ്റെ ജീപ്പിനടുത്തുണ്ടാവും. നീ പോയിട്ടേ ഞാൻ പോന്നുള്ളൂ. കീ ഇങ്ങതാ യാക്കൂബേ, പോയിട്ട് പണിയുള്ളതാ. തരാം. ആ വലങ്കൈ ഒന്ന് നീട്ടിയാ അതിലോട്ടിട്ട് തരാം. ഈ കൈ കൊണ്ടല്ലേ എന്റെ ഇക്കാക്കെതിരെ നീ എഴുതിയത്. അതുകൊണ്ട് ഇത് ഞാനിങ്ങ് എടുക്കുക.
ഉണ്ണാനും എഴുതാനും ശൗചം ചെയ്യാനും ഒക്കെ കൂടി നിനക്കിനി ഒരൊറ്റ കൈ മതി. നിന്നെയും നിന്റെ ഇക്കായം പോലുള്ള ക്രിമിനൽസിനെതിരെ എഴുതാൻ എനിക്ക് ഒരു കൈ തന്നെ ധാരാളം. അവൻ പോയി, ഇനി നീ എന്താ ചെയ്യാ? യാക്കൂബേ, നമ്മൾ തമ്മിൽ എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ അത് തീർക്കേണ്ട സ്ഥലം ഇതല്ല. പുറത്ത് എവിടെ വരണോ നീ പറഞ്ഞാ മതി, അവിടെ ഞാൻ വരാം. അത് പോരല്ലോ മില. നിന്നെ എനിക്ക് വേണ്ടത് ഈ കോടതി മുറ്റത്ത്, അതും ഇന്ന് ഈ ദിവസം തന്നെ. ഞാൻ നോക്കിയപ്പോ ഇവിടെ വർക്കിംഗ് സ്പേസ് തീരെ കുറവ്. അതുകൊണ്ട് ജീപ്പ് എടുത്ത് പുറത്തിട്ടേക്കാമെന്ന് വിചാരിച്ചു. പൊതുമുതൽ നോക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? യാക്കൂബേ, സർക്കാർ ചെലവിൽ ലാടം കെട്ടിയ ബൂട്ടിന് തൊഴി വാങ്ങിക്കാതെ നീ ഇപ്പൊ വീട്ടിൽ പോയി നല്ലൊരു ആടിനെ വെട്ടി നിന്റെ ഇക്കയ്ക്കൊരു സൂപ്പ് ഇട്ട് കൊടുക്ക്. കസ്റ്റഡിയിലായിരുന്നപ്പോ പോലീസുകാർ കയറി മേഞ്ഞ ശരീരവാ. എപ്പോഴാ ചാഞ്ഞ് വീഴുന്നെന്ന് പറയാൻ പറ്റുകയില്ല. ശ്രീരാമകൃഷ്ണ, എന്റെ ഇക്കായോട് ചെയ്തതിനൊക്കെ ഇന്നിവിടെ നീ അനുഭവിക്കാൻ പോവാ. അടി തുടങ്ങിയപ്പോഴേ അങ്ങേര് ബൈക്ക് എടുത്ത് പോയി സാറേ. കഴിഞ്ഞ ഒരാഴ്ച വാർത്താലോകത്തിൽ നടത്തിയ സചേതനമായ ഇടപെടലുകൾ ന്യൂസ് ഡയറി പ്രേക്ഷകർക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നു. പ്രേക്ഷകരുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പരിപാടി തയ്യാറാക്കിയത്. ആരാ ആരാന്നാ ചോദിച്ചേ? പന്ന പട്ടി, ഞാൻ ജീവനോടുണ്ടോ ഇല്ലയോ എന്നറിയാൻ പോലും ഒരു ഒറ്റ തവണ നീ വിളിച്ചില്ലല്ലോടാ. അതിനല്ലേ ഞാൻ ഈ ന്യൂസ് ചാനൽ മാറ്റാതെ വെച്ചിരിക്കുന്നേ. കത്തി മാറ്റടാ. നിനക്ക് എന്തെങ്കിലും പറ്റിയ ASP ശ്രീരാമകൃഷ്ണൻ അപായപ്പെട്ടിരിക്കുന്നു പറഞ്ഞ് അപ്പൊ തന്നെ ഇതില് ഫ്ലാഷ് ന്യൂസ് വരത്തില്ലേ? ഓ, ഇന്ന് ഞാൻ കയറി ഇടപെട്ടില്ലായിരുന്നേ കാണായിരുന്നു. ഇതില് വേറെ പല ന്യൂസുകളും ഇതുപോലെ സ്ക്രോൾ ചെയ്ത് പോയനെ. ഏതായാലും എന്റെ കന്നി സസ്പെൻഷൻ ഇതോടെ ഒത്തുന്നാ തോന്നുന്നത്.
ആ SP നാളെ തന്നെ നേരിൽ കാണണമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താവോ? അതേടോ കുറുപ്പേ, കേസി നൂരെങ്കിലും ഒരു പീറ പെണ്ണ് കാരണം എനിക്ക് പൊടിഞ്ഞത് 18 ലക്ഷമാ. ഈ പത്രക്കാരി പറയുന്ന പോലെ അത്ര വെടിപ്പായിട്ട് എന്തെങ്കിലും നടന്നിരുന്നെങ്കിൽ എനിക്ക് സങ്കടമില്ലായിരുന്നു. ഇതിപ്പോ തീണ്ടി തിന്നുകയും ചെയ്തു, വയലോട്ടും നടന്നതുമില്ല എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. തനിക്കറിയോ, ഞാനിപ്പോ കോട്ടയം കട്ടപ്പന റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുക. എന്നെ വൈദ്യപരിശോധന നടത്തി അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ലെന്ന് സർട്ടിഫൈ ചെയ്ത ഡോക്ടർ കണാണ്ടനല്ലേ ആ കുരിയൻ ചോർന്ന് അവന്റെ അണ്ണാക്കിലേക്ക് ഒരു 3 ലക്ഷം കൂടെ തിരികാനുള്ള പോക്കായി പോകും. അതേടോ, അവന്റെ വീട് കോട്ടയത്ത് തന്നെയാ. പക്ഷേ ഇപ്പൊ അവനവിടെ ഇല്ലെന്ന്. കട്ടപ്പന എങ്ങാണ്ട് വേലക്കാട്ടി വെടിവെക്കാൻ പോയിരിക്കാന്ന്. ഹണ്ടിങ്. ആ ഇതോടെ അവന്റെ കോട്ട തീരും. ഇതോരം കുറുപ്പേ, ഞാൻ തന്നെ പിന്നെ വിളിച്ചോളാം. തനിപ്പ് വെച്ചോ. ഏതവനാണ് ഈ പുറകെ കിടന്ന് മുതുപ്രാഗ് പ്രാകുന്നത്? അവനല്ല, ഏതോ ഒരവളാ. അവളോ? നിനക്ക് ഇങ്ങനെ മനസ്സിലായടാ? ഇത് കണ്ടില്ലേ? എവിടെ എവിടെ? എടാ സന്തോഷായി. കൈ കണ്ടിട്ട് അധികം പ്രായം തോന്നില്ലോടാ. എനിക്കും അത് അങ്ങനെ തന്നെ തോന്നുന്നത്. ഏറിയാൽ ഒരു 25. നീ ഒരു കാര്യം ചെയ്യും, അവക്ക് ഇത്തിരി സൈഡ് കൊടുക്കും. അയ്യോ മുതലാളി, സൈഡ് കൊടുത്ത് അവള് കേറി അങ്ങ് പോകും. എടാ മണ്ട, അങ്ങനെ കേറി പോവാൻ മാത്രം ഇടമൊന്നും നീ കൊടുക്കണ്ട. അവള് കേറി വന്ന് ഇവിടെ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം നിക്കണം. ആദ്യം ഞാൻ ആളെ ഒന്ന് കാണട്ടാ, എന്നിട്ട് തീരുമാനിക്കാം കേറ്റി വിടണോ അതോ മുട്ടി ഉരുമ്പി കൂടെ പോകണം. അങ്ങനെ ഇപ്പൊ മനസ്സിലായി. എടാ അടുപ്പിക്കടാ. എടാ പതുക്കെ. നീ കൂട്ടി നോക്കണം കേട്ടോ. ഇവളാള് കൊള്ളാവനാണ് സന്തോഷം. നമ്മൾ ഇവിടെ ചിന്തിച്ചത് അവൾ അവിടെ അറിഞ്ഞു. അത് പിന്നെ ഭാഗ്യമുള്ളവരെ തേടി വെക്കണ്ടെന്ന് പറയുന്ന പോലല്ലേ മുതലാളിക്ക് ഈ കാര്യത്തിലുള്ള രാശി. വരുന്നോ? ഞാൻ അങ്ങോട്ട് വരണോ?
എക്സ്ക്യൂസ് മീ. സർ, ഈ ഓർണമെന്റ്സ് അവരുടെ മകളുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തന്റെ നാള് രേവതിയാണെന്നറിഞ്ഞ് തനിക്ക് 34 വയസ്സുവരെ ശുക്രദശയാണെന്ന് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഉണ്ട്. അന്ന് അതിനെന്താ താൻ മറുപടി പറഞ്ഞത്? ശുക്രൻ ഇത്ര മോശമാണെങ്കിൽ ശനിയിൽ എന്റെ ഗതി എന്താവും സാറേ എന്ന്. ഇന്നലെ ഉച്ചയ്ക്ക് തന്റെ സസ്പെൻഷൻ ഓർഡർ എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ താനാ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നി. പക്ഷേ രേവതി നക്ഷത്രക്കാരന്റെ ശുക്രദശയുടെ പവർ എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായത് ഇന്നലെ വൈകിട്ട് ഈ കവർ എന്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ്. നമ്മുടെ സ്റ്റേറ്റിന്റെ ആഭ്യന്തര കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്നലെ ഡൽഹിയിൽ കൂടിയ ഒരു മീറ്റിംഗിൽ വെച്ച് സെൻട്രൽ മിനിസ്റ്റർ നമ്മുടെ മിനിസ്റ്ററോട് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടു. 2 ദിവസം മുമ്പ് ഏലപ്പാറയ്ക്ക് അടുത്ത് വെച്ചുണ്ടായ ഒരു കാർ ബോംബ് സ്ഫോടനത്തിൽ വ്യവസായ പ്രമുഖനും പൊതുപ്രവർത്തകനുമായ ബാലഗംഗാധരൻ കൊല്ലപ്പെട്ട സംഭവത്തെക്കുറിച്ച്. അറിയാവുന്നതൊക്കെ നമ്മുടെ മൂപ്പലാം പൊടുപ്പും തോങ്ങലും വെച്ച് തട്ടിവിട്ടെങ്കിലും ഡൽഹിയിലെ സാറിന് അതൊട്ടും തൃപ്തിയായില്ല. ആ കേസിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ കാര്യത്തിൽ പുള്ളി ഇപ്പോ ഒരു നിർദ്ദേശം വെച്ചിരിക്കുക. ഇനി അങ്ങോട്ടുള്ള അന്വേഷണം താൻ നടത്തിയാൽ മതിയെന്ന അങ്ങേര് പറയുന്നത്. ഞാനോ? സാർ എന്തോ പറയുന്നത്? അതിന് അങ്ങേർക്ക് എന്നെ എങ്ങനെ അറിയാം? അതാണല്ലോ ഇതിലെ സസ്പെൻസ്. കൊല്ലപ്പെട്ട ബാലഗംഗാധരന്റെ അനന്തരവൻ ചെക്കൻ ഒരുത്തൻ സെൻട്രൽ ഹോം മിനിസ്റ്ററുടെ പേഴ്സണൽ സ്റ്റാഫിലെ വിശ്വസ്തനത്രേ. തന്നെയൊക്കെ പോലെ ഒരു യങ് ബ്ലഡ്. അയാളാ ഈ കേസ് തന്നെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് സെൻട്രൽ മിനിസ്റ്ററെ കൊണ്ട് ഇത്ര സ്ട്രോങ് ആയിട്ട് പറയിപ്പിച്ചത്. ആ ഓർഡറാ ഈ കവറില്. എന്താ തനിക്കൊരു താല്പര്യമില്ലാത്ത പോലെ? കുറച്ചു മുമ്പ് വ്യവസായ പ്രമുഖനെന്നും സാമൂഹിക പ്രവർത്തകനെന്നും ഒക്കെ സാറ് വിശേഷിപ്പിച്ച ഈ ബാലഗംഗാധരന് സാറ് പറയാൻ വിട്ടുപോയ മറ്റൊരു വിശേഷണം കൂടിയുണ്ട്. ഹി വാസ് എ ക്രോണിക് വുമണൈസർ. അടുത്ത കാലത്തായി നടന്ന ഏതാണ്ട് 4ഓളം സ്ത്രീപീഡന കേസുകളിലെ പ്രതിയായിരുന്നു അയാൾ. That I know. So what? ഈ ഒരു സ്വഭാവം കൊണ്ടും പിന്നെ ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും അയാൾ കാട്ടിയിട്ടുള്ള നെറുകേടുകൾ കൊണ്ടും സമൂഹത്തിലെ പല ഉന്നതരും അയാളുടെ ശത്രുക്കളായിരുന്നു. മാത്രമല്ല, യൂസഫിനെ പോലെ ഒരു 3-കിട പിമ്പിനെ പൂട്ടാൻ പോലും കെൽപ്പില്ലാത്ത ഈ യൂണിഫോം ഇട്ടുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ എന്നും പറഞ്ഞ് ഞാൻ ആ വമ്പന്മാർ അടുത്തേക്ക് ചെന്നാൽ എന്താവും സാർ എന്റെ ഗതി? അതിന് ഈ ബാലഗംഗാധരന്റെ വധത്തിന് പിന്നിൽ താൻ പറയുന്ന പോലെ ഏതെങ്കിലും വമ്പന്മാരുണ്ടെന്ന് ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്നും എനിക്ക് തോന്നുന്നില്ല. മീഡിയാസിലൂടെ താനും അറിഞ്ഞിരിക്കുമല്ലോ. ദക്ഷാദാസ് എന്ന 23-കാരി എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റാണ് ആ കൊലപാതകം നടത്തിയിരിക്കുന്നത്. സ്ഫോടനത്തിൽ അവളും കൊല്ലപ്പെട്ടിരുന്നു. ബാലഗംഗാധരന്റെ ഡ്രൈവർ സന്തോഷിന്റെ മരണമൊഴിയിൽ നിന്നും കൃത്യമായ പ്ലാനിങ്ങോടെ ദക്ഷ കരുതിക്കൂട്ടി ചെയ്തതാണിതെന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. പക്ഷേ ഈ ദക്ഷയും ബാലഗംഗാധരനും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള മുൻപരിചയമോ പൂർവ്വവൈരാഗ്യമോ ഉള്ളതായി കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഈ ഒരു പോയിന്റിലാണ് ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ വളരെ ത്രില്ലിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. സാറ് പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ എന്റെ ഈ ശ്രീറാം, താൻ ഇതുവരെ ഇടപെട്ട കേസുകൾ പോലെ ഇത് വെറും ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം ആവില്ല. I am sure this will be a different experience for you. ബാലഗംഗാധരന്റെ ഡ്രൈവർ സന്തോഷിന്റെ മരണമൊഴിയുടെ വീഡിയോ ടേപ്പ് ഉൾപ്പെടെ ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷന്റെ എല്ലാ ഡീറ്റെയിൽസും ഈ ഫയലിലുണ്ട്. എനിവേ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. മുണ്ടക്കയം തൊട്ടേ ആ പെണ്ണ് ഞങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഏലപ്പാറയ്ക്കടുത്ത് എത്താറായപ്പോ മുതലാളി പറഞ്ഞിട്ട് ഞാൻ സൈഡ് കൊടുത്തു. മുന്നിൽ കയറിപ്പോകാൻ അവൾക്കും കയറ്റിവിടാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ലായിരുന്നു. 2 കാറുകൾ ഒരുപോലെ ആയപ്പോ അവള് മുതലാളിക്ക് നേരെ കൈവീശി കയ്യിലിരുന്ന് റിമോട്ട് കൺട്രോളിൽ അമർത്തി. പിന്നെ ഒരു പൊട്ടിത്തെറി. അതാണ് എന്റെ ഓർമ്മ. എന്തു തോന്നുന്നു കണ്ടിട്ട്? എനിക്കെന്ത് തോന്നാൻ? ഈ അവസ്ഥയിൽ അധികം കിടന്ന് നരയിക്കാതെ ആള് പോയല്ലോ, അത് തന്നെ വലിയ കാര്യം. അതല്ലടാ, ഇതിൽ ഞാൻ എവിടെ നിന്ന് തുടങ്ങണം? ബാലഗംഗാധരിൽ നിന്നോ അതോ ദക്ഷയിൽ നിന്നോ? നേര് പറഞ്ഞ അക്കാര്യത്തിൽ ഞാനൊരല്പം കൺഫ്യൂസ്ഡാ.
അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചു ഇതുപോലെ എന്തെങ്കിലും പുതിയ പുകിലുമായിട്ടായിരിക്കും വിളിക്കുന്നതെന്ന്. എനിക്ക് പണി തന്ന് നിനക്ക് മതിയായില്ലേ ശ്രീ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലടാ, നീ പിന്നിലുണ്ടെങ്കിൽ എനിക്കതൊരു വലിയ കോൺഫിഡൻസാ. പക്ഷേ എനിക്കത് അങ്ങനല്ല. ആ യൂസഫിന്റെ കേസോട് ഞാൻ പറഞ്ഞതാ, നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. മഴക്കാലത്ത് അലക്കുകാർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ലേഖനം തയ്യാറായിക്കൊണ്ടിരിക്കുക ഞാനിപ്പോ. അതുപോലെ ആർക്കും ഉപദ്രവമില്ലാത്ത എന്തെങ്കിലുമൊക്കെ എഴുതി ഞാൻ എന്റെ കാലം കഴിച്ചോളാം. ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. വേണ്ടടാ, ഈ കേസ് അന്വേഷിക്കാൻ എനിക്ക് നിന്റെ ഒരു സഹായം വേണ്ട. കൃത്യമായ പ്ലാനോടുകൂടി തന്നെ ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ബാലഗംഗാധരന് പൊളിറ്റിക്സിലും ബിസിനസ്സിലുമുള്ള സകലമാന ശത്രുക്കളുടെയും ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. നീ നോക്കിക്കോ, പൊക്കും ഞാൻ എല്ലാത്തിനെ, അതിന് എത്ര വലിയ VIP ആണെങ്കിലും. എന്നാ നീ വിവരം അറിയും. എന്റെ ശ്രീ, നീ എടുത്തുചാട്ടം നിർത്തിയിട്ട് കാര്യങ്ങളൊന്ന് വിവേചിച്ചറിയും, എന്നിട്ട് തുടങ്ങുന്നത് ഇൻവെസ്റ്റിഗേഷൻ. 100 അധ്യായങ്ങളുള്ള ഒരു നോവലാണ് ബാലഗംഗാധരനെങ്കിൽ 2-3 പേജ് മാത്രം വരുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ആ പെണ്ണ് ദക്ഷ. രണ്ടിൽ ഏത് വായിച്ചാലും നമുക്കറിയേണ്ടത് ഒരേ കാര്യം. അപ്പൊ പിന്നെ ദക്ഷ എന്ന ഷോർട്ട് സ്റ്റോറിയിൽ നിന്നും തുടങ്ങുന്നതാണ് നല്ലത്, അല്ലേ? അതെ. ഇപ്പൊ എനിക്ക് ഒരു കാര്യം ഉറപ്പായി, എന്റെ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ തുടങ്ങിയിരിക്കുന്നത് കറക്റ്റ് റൂട്ടിൽ തന്നെയാണ്. അത് നീ പോലും അറിയാതെ നിന്നെ കൊണ്ട് പറയിപ്പിച്ച എന്റെ ബുദ്ധി എങ്ങനെ ഉണ്ടാ? ഇതിനൊന്നും ചവിട്ടേണ്ടത് നിന്നെയല്ല, നിനക്ക് IPS തന്നവന്മാരെയാ. പോടാ. പോവാണോ? പിണങ്ങല്ല. സാർ, ചായ. എത്ര വയസ്സുള്ളപ്പോഴായി കുട്ടി? 15 വയസ്സ്. പത്തി പഠിക്കുകയായിരുന്നു. പത്രങ്ങളിലൊക്കെ അന്നത് വലിയ വാർത്തയായിരുന്നു. അന്നേ നിങ്ങൾ ഇവിടെയായിരുന്നു? അതെ. അതായത് സുദക്ഷണ കൊല്ലപ്പെട്ടത് മുതൽ ദക്ഷ മരിച്ചത് വരെ ഈ വീട്ടിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ കൂടിയാണ് നിങ്ങൾ, അല്ലേ? അച്ചോട്ടാ, എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതലൊന്നും അച്ചോട്ടന് അറിയാൻ വഴിയില്ല സാർ. എന്തു വേണമെങ്കിലും സാറിന് എന്നോട് ചോദിക്കാം. ഓക്കെ. സ്വാഭാവികമായും എനിക്കറിയേണ്ടത് ദക്ഷയെക്കുറിച്ചാണ്. എന്തായിരുന്നു അവൾ? അല്ലെങ്കിൽ എന്തിനായിരുന്നു അവൾ? ഇതിൽ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം തരാൻ ഒരുപക്ഷെ എനിക്ക് കഴിഞ്ഞേക്കും. എന്റെ ഭർത്താവ് ശിവദാസ് ഒരു ആക്സിഡന്റിൽ മരിക്കുമ്പോൾ ദക്ഷയ്ക്ക് 6 സുദക്ഷണയ്ക്ക് 12 വയസ്സായിരുന്നു പ്രായം. അന്ന് ഞാനും അദ്ദേഹവും ഒരേ കോളേജിൽ, ഒരേ ഡിപ്പാർട്ട്മെന്റിൽ അധ്യാപകർ. കണക്കിലേറെ സ്വത്തുണ്ടായിരുന്ന ഒരച്ഛന്റെ ഏക മകളായിരുന്നിട്ടും, ജീവിക്കാൻ നല്ലൊരു ജോലി ഉണ്ടായിരുന്നിട്ടും ഒരാൺതുണയില്ലാതെ ഭർത്താവ് മരിച്ചൊരു സ്ത്രീക്ക് കഴിഞ്ഞുകൂടാനാവില്ലെന്ന മിഥ്യാബോധം എപ്പോഴും എന്നെയും പിടികൂടി. കോളേജിൽ അദ്ദേഹത്തിന് പകരക്കാരനായി വന്നാൽ എന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് പകരക്കാരനായി. അവിടെ മുതൽ എനിക്ക് പിഴച്ചു തുടങ്ങിയിരുന്നു. ലോകത്ത് പെണ്ണായി പിറന്ന എന്തിനേയും ദുഷിച്ച കണ്ണോടെ മാത്രം നോക്കിയിരുന്ന ഒരു നെറുകെട്ട മനുഷ്യൻ, സ്വന്തം മകളെ പോലെ കാണേണ്ടിയിരുന്ന എന്റെ സുദർശനെ ദക്ഷയുടെ കൺമുമ്പിൽ വെച്ച് അന്നെനിക്ക് നഷ്ടപ്പെട്ടത് സുദക്ഷനെ മാത്രമല്ല, ദക്ഷയും കൂടിയായിരുന്നു. ആ സംഭവത്തിന് ശേഷം അവൾ എന്നെ അമ്മയെന്ന് വിളിച്ചിട്ടില്ല. 3 വർഷങ്ങൾക്ക് ശേഷം കുറ്റക്കാരനല്ലെന്ന കണ്ടെത്തലോടെ കോടതി ആ മനുഷ്യനെ വെറുതെ വിട്ടു. വിധിയറിഞ്ഞ് കോടതിക്ക് പുറത്തെത്തിയ അയാളെ കയ്യിൽ കരുതിയിരുന്ന ഒരു കത്തിയുമായാണ് ദക്ഷ നേരിട്ടത്. ഭാഗ്യം കൊണ്ട് അന്നയാൾ രക്ഷപ്പെട്ടു. പിന്നീട് അയാൾക്ക് നേരെ എന്തെങ്കിലും ശ്രമങ്ങളുണ്ടായോ ദക്ഷയുടെ ഭാഗത്ത് നിന്ന്? എന്റെ അറിവിൽ ഒരു തവണ കൂടി ഉണ്ടായിട്ടുണ്ട്. അവള് +2 പഠിക്കുമ്പോൾ ടൗണിലെ ഒരു ബുക്ക് സ്റ്റാളിൽ വെച്ച്. മരിക്കുന്നതുവരെയും ഈ രണ്ടാനച്ഛനോടുള്ള പക, സോറി, എനിക്ക് അയാളുടെ പേരറിയില്ല. ഐസക് പണിക്കർ. മിസ്റ്റർ ഐസക് പണിക്കരോടുള്ള പക ദക്ഷയുടെ മനസ്സിൽ പഴയതുപോലെ തന്നെ ഉണ്ടായിരുന്നു? പഴയതുപോലെന്നല്ല, ദിവസം ചെല്ലുന്തോറും അവൾക്ക് അയാളോട് പക കൂടുകയായിരുന്നു. അതായത് ദക്ഷ ഒരു കൊലപാതകത്തിനൊരുങ്ങുമ്പോൾ അവളുടെ മനസ്സിൽ ആദ്യം തെളിയേണ്ടിയിരുന്നത് ഐസക് പണിക്കറുടെ മുഖമാവണം. അതെ.
പിന്നെ അതിനിടയ്ക്ക് ഈ ബാലഗംഗാധരൻ എങ്ങനെ കയറി വന്നു? ദക്ഷയ്ക്ക് അയാളോട് ഇത്ര പക തോന്നാൻ എന്തായിരുന്നു കാരണം? എനിക്കറിയില്ല സർ. പക പോയിട്ട് ദക്ഷയ്ക്ക് അയാളെ പരിചയം പോലും ഇല്ലെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇതാണ് ദക്ഷയുടെ റൂം. വീട്ടിലെത്തിയാൽ അവൾ ഏറിയ സമയം ഇതിനുള്ളിൽ തന്നെയായിരുന്നു. ഈ സിസ്റ്റം ദക്ഷയുടേതാണോ? അതെ. Can I? പ്ലീസ്. ഇവിടെ അടുത്തെവിടെ ഒരു കരിങ്കൽ ക്വാറി ഉള്ളത്? ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടല്ലോ ഈ ശബ്ദം. 1 കിലോമീറ്റർ അപ്പുറത്തൊന്നുണ്ട്. weaponsworld.com, firearmblog.com, totaldestroyer.com, armsandammunitions.com. മരിക്കുന്നതിന് മുൻപോ പിൻപോ ദക്ഷയല്ലാതെ മറ്റാരെങ്കിലും ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇത് അവളുടെ മാത്രമായിരുന്നു. ഓക്കെ. എന്താ സർ, എന്തെങ്കിലും കുഴപ്പം? ഹേയ്, ഒന്നുമില്ല. നത്തിങ്. ഈ അച്യുതൻ നായരല്ലാതെ ഇവിടെ മറ്റാരുമില്ലേ സഹായത്തിന്? കുക്കിങ്ങിനും അകമ്പണിക്കുമായി ഇവിടെ അടുത്തുള്ള ഒരു സ്ത്രീ വരും. പറമ്പിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ഒഴിവുള്ളപ്പോ അവരുടെ ഭർത്താവ് വന്ന് ചെയ്യും. അയാൾക്ക് ക്വാറിയിലാണ് സ്ഥിരം പണി. എന്താ അയാളുടെ പേര്? കേളു. ഇവനെ ഞാൻ കൊണ്ടുപോകും. ഒറ്റ ഒരുത്തൻ അനങ്ങിയ പാറ പൊട്ടുന്നത് പോലെ ഇവന്റെ പേട്ട് തല ഇവിടെ ചെതറും. ബാലഗംഗാധരനെ കൊല്ലാനും അതിലൂടെ സ്വയം ഇല്ലാതാകാനും ദക്ഷ ഉപയോഗിച്ച ബോംബിൽ 40% അടങ്ങുന്നത് ഗൺ പൗഡറാണ്. അതായത് പാറ പൊട്ടിക്കാനും മറ്റും ഉപയോഗിക്കുന്ന നല്ല നാടൻ വെടിമരുന്ന്. ഇവിടെ എനിക്കറിയേണ്ടത്, കേളു ദക്ഷയ്ക്ക് കൊടുത്തത് വെറും വെടിമരുന്ന് മാത്രമോ, അതോ വെള്ളാരം കല്ലും അലുമിനിയം പൗഡറും കുപ്പിച്ചില്ലും ചേർത്തുണ്ടാക്കിയ 2 കാറുകൾ പൊട്ടിച്ചെതറാൻ മാത്രം പ്രഹരശേഷിയുള്ള ഒരു റിമോട്ട് കൺട്രോൾഡ് ബോംബോ? എന്റെ പൊന്നു സാറ്, വെടിമരുന്ന് പോയിട്ട് ഒരു കമ്പിത്തിരി പോലും ഞാൻ ആ കൊച്ചിന് കൊടുത്തിട്ടില്ല. അതിന് മുഴുത്ത വട്ടായിരുന്നു സാറ്. വട്ട് മൂത്ത് അളന്തെങ്കിലും കാണിച്ചു കൂട്ടിയാലേ അതിനിപ്പോ ഞാൻ വേണോ സമാധാനം പറയാൻ? നീ പോലീസുകാരോട് നോ. കേളു, എന്നാ നീ ഇതുവരെ പ്രതിയായതുപോലെ അടിപിടിയും കള്ളവാറ്റൊന്നും അല്ല കേസ്. കൊലപാതകം, അതും സൂയിസൈഡ് ബോംബിംഗ്. ഇപ്പൊ നീ ഞങ്ങളോട് സഹകരിച്ചില്ലെങ്കിൽ പിന്നെ പാവം കേരള പോലീസ് ആവില്ല നിന്നെ ചോദ്യം ചെയ്യുന്നത്. അങ്ങ് ഡൽഹി എന്നുള്ളവരായിരിക്കും. പിന്നെ തീവ്രവാദി എന്നും പാകിസ്ഥാൻ ചാരനെന്നും ഒക്കെ പറഞ്ഞ് ആയുസ് മുഴുവൻ അകത്ത് കിടക്കേണ്ടി വരും. അയ്യോ, അതൊന്നും വേണ്ട സാറേ, ഞാൻ പറയാം. എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറയാം. പറ. ആ കൊച്ച് ഈ വേണ്ടാതീനമൊക്കെ കാണിക്കുന്നതിന് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് നായർ പറഞ്ഞിട്ട് 2 വാഴക്കുല വെട്ടാനാ ഞാൻ ആ പറമ്പിൽ ചെന്നത്. ഇതാരും രക്ഷ കുഞ്ഞു.
ഇന്നലെ ജംഗ്ഷനിൽ വെച്ച് ഞാൻ വിളിച്ചപ്പോ താനെന്താ കേൾക്കാത്ത മട്ടി പോയത്? കുഞ്ഞെന്നെ വിളിച്ചായിരുന്നു. എപ്പോ? ഈ വളിച്ച മോന്തയും വെച്ചോണ്ട് എന്നോട് വിളവിറക്കല്ലേ? അത് പിന്നെ കുഞ്ഞ്, ഇന്നലെ ഞാൻ ഇത്തിരി പരുവക്കേടിലായിരുന്നു. ഈ മാട്ടച്ചാരായി ഓടിച്ചോണ്ട് ഞാൻ എങ്ങനെ കുഞ്ഞിന്റെ മുന്നിലോട്ട് വന്ന് നിൽക്കുന്നത്? കുടിച്ചിട്ട് ഇപ്പോഴെന്താ മാധവിയെ തല്ലാറുണ്ടോ? അതൊക്കെ പണ്ട്, ബുദ്ധി ഉറക്കാത്ത കാലത്ത്. ഇപ്പൊ അവൾ ഇരിക്കുന്ന ജീവനാ, ജീവന്റെ ജീവൻ. അയ്യോ, ഇത്രയും കാശ് ഒരുമിച്ച് കിട്ടിയ ഞാൻ ചിലപ്പോ വയററിയാതെ കുടിച്ച് അവളെ പിടിച്ച് തല്ലിയെന്നിരിക്കും. ഈ കാശ് അതിനൊന്നും അല്ല. താൻ എനിക്കൊരു സാധനം കൊണ്ടു തരണം. എന്നതാ കുഞ്ഞ്? കുഞ്ഞ്, എന്റെ അങ്ങേ അവളും മൈത്രി കൊച്ചമ്മയൊന്നും ഈ കാര്യം അറിഞ്ഞു പോരുത്. എനിക്ക് ഈ നാട്ടിൽ പിഴച്ചു പോകേണ്ടതാ. ആരറിഞ്ഞാലും എനിക്കൊന്നുമില്ല. എനിക്കാരെയും അറിയിക്കേണ്ട കാര്യമില്ല. സൂക്ഷിക്കണേ കുഞ്ഞേ, വെടിമരുന്ന. കേളുവിന്റെ മൊഴിയും ദക്ഷയുടെ കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടിയ വെബ്സൈറ്റ് അഡ്രസ്സുകളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ബോംബ് ഉണ്ടാക്കാനോ ഇങ്ങനൊരു ക്രൈം പ്ലാൻ ചെയ്യാനോ ദക്ഷയ്ക്ക് മറ്റാരുടെയും സഹായം തേടേണ്ടി വന്നില്ല എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും നമ്മൾ. ഒരു ബോംബ് എങ്ങനെ നിർമ്മിക്കണം എന്നതിൽ തുടങ്ങി നമുക്കാർക്കും കേട്ടുകേൾവി പോലും ഇല്ലാത്ത മോസ്റ്റ് മോഡേൺ വെപ്പൺസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും റെഡിലി അവൈലബിൾ ആണ് ഈ സൈറ്റുകളിലൊക്കെ. ദക്ഷയെ പോലെ ബ്രില്യൻ്റ് ആയ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിന് ഒരു ബോംബ് ഉണ്ടാക്കാൻ ടെക്നോളജിയിൽ ഇത്രയും സഹായം തന്നെ ധാരാളമല്ലേ.